സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗിനെതിരെ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച നൂർബിന റഷീദിന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാനൊരുങ്ങുകയാണ് നേതൃത്വം. അച്ചടക്ക ലംഘനത്തിന് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നൂർബിനയുടെ പ്രസ്താവന വനിതാ ലീഗിന്റെ പൊതുനിലപാടായി കാണാനാകില്ല എന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിശദീകരണം. ദിലിഷ തിലകനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഇന്നലെ തന്നെ PMS ദിലിഷ പറഞ്ഞിരുന്നു, ഈ അച്ചടക്ക രാഹിത്യം വെച്ചു പൊറിപ്പിക്കില്ല എന്ന കടുത്ത ഭാഷയിൽ തന്നെ പറഞ്ഞു. മാത്രമല്ല MK മുനീർ അടക്കമുള്ളവർ നൂർബിന റഷീദിനെ തള്ളിക്കൊണ്ടുവരുന്നു. അപ്പോൾ വനിതാ ലീഗിലെ തന്നെ സംസ്ഥാന നേതാക്കൾ ആരുടെയും പിന്തുണ അവരുടെ ഈ തീരുമാനത്തിനില്ല. കൂടെ രാജിവെക്കുമെന്ന് കരുതിയവരാരും ഒപ്പമുണ്ടായില്ല. നൂർബിന റഷീദ് അങ്ങനെ ഫലത്തിൽ ഒരൊറ്റപ്പെട്ട പോയോ ഈ ഒരു തീരുമാനത്തിൽ? തീർച്ചയായിട്ടും ഗോകുൽ ദിൽന അങ്ങനെ തന്നെയാണ്. അതായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് നൂർബിന റഷീദ് രംഗത്ത് വന്നതാണ്. മാത്രമല്ല ഇന്നലെയാണ് നൂർബിന റഷീദിന്റെ വാർത്താ സമ്മേളനം കോഴിക്കോട് നടന്നത്. അവിടെ വെച്ചിട്ടായിരുന്നു ദേശീയ സെക്രട്ടറി സ്ഥാനം, വനിതാ ലീഗിന്റെ ദേശീയ സെക്രട്ടറി സ്ഥാനം ഇവിടെ വെച്ച് ഒഴിയുകയാണ് എന്ന നൂർബിന റഷീദ് പറയുന്നത്. പിന്നാലെ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്കെതിരെ അടക്കം വലിയ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് നൂർബിന റഷീദ് ഉന്നയിച്ചത്. പ്രധാനമായിട്ടും നൂർബിന റഷീദ് പറയുന്നത് ലീഗ് നേതൃത്വം ഒരു കാലത്തും, ഇന്ന് എന്നല്ല ഒരു കാലത്തും വനിതാ ലീഗിനെ കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നൂർബിനയുടെ പ്രധാന പരാതി. അതുമാത്രമല്ല വനിതാ ലീഗിൽ തന്നെ ഒട്ടനവധി യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട്. എന്നിട്ട് പോലും ഹരിത വിവാദമുണ്ടാക്കിയ നായികമാർക്ക് സീറ്റ് നൽകി എന്നുള്ളതാണ്. അതായത് പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് നൂർബിന റഷീദിനെ ഇത്രയധികം പ്രകോപിതയാക്കിയത് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഹരിത വിവാദം ഉണ്ടാകുന്നത് ഏകദേശം 2010 ആ സമയത്ത് അതായത് MSFലെ മുതിർന്ന നേതാക്കൾക്കെതിരെ ഫാത്തിമ തഹ്ലിയെ അടക്കം ഉള്ളവർ ലൈംഗിക ആരോപണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് വലിയ അതൃപ്തി പാർട്ടി നേതൃത്വത്തിന് അടക്കമുണ്ടായിരുന്നു. ലീഗിനത് വലിയ വേദന ഉണ്ടാക്കിയ വിഷയമാണ്. ഈ വിഷയം അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നൂർബിന റഷീദ് തൻ്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് വനിതാ ലീഗിലെ യോഗ്യതയുള്ള ഒട്ടനവധി ആളുകൾ ഉണ്ടായിട്ട് പോലും വനിതാ ലീഗിനെ കേട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം PK കുഞ്ഞാലിക്കുട്ടി അടക്കം ഫാത്തിമ തഹ്ലിയെ പരിഗണിക്കില്ല എന്ന ഉറപ്പ് നൂർബിന റഷീദിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്നും നൂർബിന ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. യോഗ്യരായ ഒട്ടനവധി ആളുകൾ വനിതാ ലീഗിൽ ഉള്ളപ്പോൾ പാർലമെന്ററി മോഹവുമായിട്ട് പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വന്ന പുതിയ ചില ആളുകൾക്ക് സീറ്റ് വെച്ച് നൽകി എന്ന് തന്നെയാണ് നൂർബിന റഷീദ് പറയുന്നത്. എന്തായാലും നൂർബിനയുടെ ഈ ഒരു പരാതി അത് പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതെ നേരിട്ട് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതിൽ വലിയ അതൃപ്തി ലീഗ് നേതൃത്വത്തിനുണ്ട്. നൂർബിന റഷീദിനെതിരായ നടപടി എന്താകും, അവരുടെ വിസ്തീർണം എന്താകുമെന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഒരു കടുത്ത സംഘടനാ നടപടി ഉണ്ടാകുമെന്ന സൂചന ഇന്നലെ തന്നെ PMS അടക്കമുള്ള നേതാക്കൾ നൽകുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.